നമസ്കാരം. ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം 2025 മാർച്ച് 29 സംഭവിക്കുകയാണ്. സൂര്യഗ്രഹണ ദിവസം തന്നെ ശനി കുംഭത്തിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്നതുമാണ്. മാർച്ച് 29 സൂര്യൻ ശക്തി പ്രാപിച്ച് നിൽക്കുന്നതായിരിക്കും. സൂര്യദേവന്റെ ശക്തിയാൽ ചില രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യശക്തിയാൽ അനവധി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. പല വിധത്തിലാണ് നേട്ടങ്ങൾ സംഭവിക്കുക എന്ന കാര്യം ഓർക്കുക. കരിയറുമായി ബന്ധപ്പെട്ട് വിഭിന്നമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. വിഭിന്നമായ നേട്ടങ്ങൾ തന്നെ കടന്നു വരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ശോഭിക്കുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഈ സമയം ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ, പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക. കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും അതൊരു പരിധിവരെ തീർക്കുവാൻ സഹായകരമായി തീരും. നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായി മാറും എന്നതാണ് വാസ്തവം. അത്രമേൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം സൂര്യദേവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും സർവ ഈശ്വരപ്രദം തന്നെയാകുന്നു. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യശക്തിയാൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. കരിയറുമായി ബന്ധപ്പെട്ട് ഒട്ടനവധിയാർന്ന നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല തടസ്സങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലും സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാനസികപരമായ പിരിമുറുക്കങ്ങൾ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് തേടിവെത്താം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ധനപരമായ നേട്ടങ്ങളോ മറ്റ് സന്തോഷകരമായ നിമിഷങ്ങളോ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യാം. കൂടാതെ ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് നിങ്ങൾ മുന്നേ ചെയ്തിരുന്ന പ്രവൃത്തികളാണ് എങ്കിൽ പോലും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കഠിനാധ്വാനത്തിന് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായ സമയമാണ്. സൂര്യപ്രഭയോടെ തന്നെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുന്നിൽ വരുന്നതായ തടസ്സങ്ങളെ, അത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ തടസ്സങ്ങളാണ് എങ്കിൽ പോലും തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രമേൽ അനുകൂലമായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. വിദ്യയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ, ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതായ സമയം കൂടിയാകുന്നു. പല വഴികളിലൂടെയും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
അനുകൂലമായ സമയമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കരിയറുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ചെറിയ തടസ്സങ്ങൾ പോലും ജീവിതത്തിൽ അകലുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. എല്ലാം ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമാണ്. ഈ രാശിക്കാരുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കടവുമായി ബന്ധപ്പെട്ട പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാകാം നിങ്ങൾ. അത്തരം പ്രശ്നങ്ങൾ പോലും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും നിലനിന്നിരുന്നതായ പല പ്രശ്നങ്ങളും തീർപ്പാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കടന്നു വരിക. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. ചെയ്യുന്നതായ കർമ്മങ്ങളിൽ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. പുതിയ ജോലി ലഭിക്കുക, താൽക്കാലികമായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. താൽക്കാലികമായ ധനപരമായ പല ആവശ്യങ്ങളും നിവർത്തിക്കുവാൻ സഹായകരമായ അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യഗ്രഹണത്താൽ, സൂര്യശക്തിയാൽ ദോഷകരമായ ഫലങ്ങൾ അകലുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തിക പ്രശ്നങ്ങൾ പോലും ഒരു പരിധിവരെ അകലാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ്. വിദ്യയുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കൂടാതെ സാമ്പത്തിക സാധ്യതകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കും. മാനസികപരമായ പല വിഷമങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കടം വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കുവാനുള്ള സാധ്യതകളാണ് കൂടുതൽ. കാരണം ആവശ്യങ്ങൾ നടന്ന് കിട്ടുന്നതാണ്. പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാം. ഈ സമയം വിദ്യയിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതിനോടൊപ്പം ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം ശ്രമിക്കുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാകാം. അതിനാൽ വിജയ സാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങളും കൂടാതെ ധനപരമായ നേട്ടങ്ങളും തൊഴിലിന് അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കാം. കൂടാതെ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു.